നമസ്കാരം. ഓരോ വലിയ പ്രകൃതി ദുരന്തത്തിലും ആൾനാശം തന്നെയായിരിക്കും ഏറ്റവും വലിയ നഷ്ടം. വീടുകളും വളർത്തുമൃഗങ്ങളുമൊക്കെ നഷ്ടമായത് പിന്നീട് വരും. കൃഷിനാശം താരതമ്യേന ചെറിയ നഷ്ടമായി തന്നെയേ കണക്കാക്കാറുള്ളൂ. ഇത്തവണ വലിയ പ്രളയത്തിന് ശേഷം വലിയ വരൾച്ച കർഷകൻ്റെ നടുവൊടിച്ചിരിക്കുന്നു. ഫിനിക്സ് കേരളയിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ളവരെ പ്രളയം അക്ഷരാർത്ഥത്തിൽ മുക്കിക്കൊന്നു. വെള്ളപ്പൊക്കം എന്നതൊരു തമാശയായി മാത്രം കണ്ടിരുന്ന ആളുകൾക്ക് ഇപ്പോൾ മഴയെ പേടിയാണ്. പ്രളയം എല്ലാത്തിനെയും വിഴുങ്ങും. ജീവിതങ്ങൾക്കുമേൽ കരിനിഴലാകും. സ്വപ്നങ്ങളെ കട്ടെടുത്തു കൊണ്ടുപോകും. പ്രളയശേഷം സ്വപ്നങ്ങൾ മുങ്ങിയെടുക്കുകയാണ് കോട്ടയം അർപ്പുക്കര സ്വദേശിയായ തങ്കച്ചൻ. ഈ ജലപ്പരപ്പിനടിയിലുണ്ട് തങ്കച്ചൻ പൊന്നുപോലെ പരിപാലിച്ച നെൽച്ചെടികൾ. കൊയ്യാറായ നെല്ലാണ്. നോക്കൂ, കതിർമണികൾ കൂമ്പിപ്പോയിരിക്കുന്നു. ചെളിയുടെ ആവരണം. ഇക്കൊല്ലം നല്ല വിളവ് ലഭിക്കുമെന്നായിരുന്നു നെൽകർഷകനായ തങ്കച്ചന്റെ പ്രതീക്ഷ. പ്രളയകാലത്ത് ഒറ്റ രാത്രി കൊണ്ടാണ് സ്വപ്നങ്ങളുടെ വേരറ്റത്. ഇത്തവണത്തെ കൃഷി നല്ല വിളവ്, ഏറ്റവും നല്ല നെല്ലായിരുന്നു ഇത്തവണ. എല്ലാവർക്കും നല്ല പ്രതീക്ഷയായിരുന്നു. ആദ്യത്തെ വെള്ളം വന്ന് പോയപ്പോൾ ഞങ്ങളുടെ ഈ 3-4 പാടേ ഉണ്ടായിരുന്നു. ബാക്കി അങ്ങ് തെക്കോട്ടുള്ള പാടം എല്ലാം പോയായിരുന്നു. ഞങ്ങളുടെ പാടം പോകാൻ ഞങ്ങൾ പിടിച്ചെടുത്തു. ഇവിടുത്തെ ഭരണസമിതിയുടെ നല്ലൊരു ഇതുകൊണ്ട് പിടിച്ചെടുത്തു. പക്ഷേ ഇത്തവണ അമിതമായിട്ട് വെള്ളം വന്ന് കായലിൽ നിന്ന് തിരിച്ചൊഴുകുമായിരുന്നു വെള്ളം. പ്രളയജലം കുത്തിയൊലിച്ചപ്പോൾ പലയിടത്തും മടകൾ തകർന്നു. 100 കണക്കിന് ഏക്കർ നെൽകൃഷി നശിച്ചു. അതും കൊയ്യാൻ പാകമായവ. അർപ്പുക്കര സ്വദേശിയായ ശ്രീനിവാസന്റെ കഥ ഇങ്ങനെ. കർഷകൻ്റെ കംപ്ലീറ്റ് പൈസ ഇറങ്ങിയ ശേഷം അവന് ഇതുണ്ടാകേണ്ട സമയത്ത് ഇതാണ് നഷ്ടപ്പെട്ടു പോയത്. അത് കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടവും, അവൻ ആത്മഹത്യയുടെ തുല്യൽ വക്കിൽ നിൽക്കുകയാണ്. ഇനി ഗവൺമെൻറ്റിൻ്റെ ധാരാളം സഹായങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ. അതോടൊപ്പം തന്നെ ഈ പാടശേഖരം അവസാന നിമിഷമാണ് പോകുന്നത്. ഇതിനു മുമ്പ് 2 വെള്ളപ്പൊക്കം ഉണ്ടായി. 3ാമത്തെ വെള്ളപ്പൊക്കത്തിനാണ്. അതുവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഈ പാടശേഖരം മുടക്കിക്കഴിഞ്ഞു കൃഷിക്കാരിൽ നിന്നും. രാത്രിയിലായിരുന്നു മഴ തള്ളി വന്നത്. പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങളൊന്നും ഫലവത്തായില്ലെന്ന് നെൽകർഷകയായ പുഷ്പ ഓർത്തെടുക്കുന്നു. പെട്ടെന്ന് കയറി വരുമായിരുന്നു. ആദ്യം കുറച്ചിങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് മഴ തള്ളുമായിരുന്നു. 2-3 ദിവസമായിട്ട് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആൾക്കാരെല്ലാം രാവും പകലും ഉറക്കം നിന്ന് ഇത് തടുക്കാൻ വേണ്ടി പ്രയത്നിച്ചു. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. മഴ വീണ് കൃഷി നശിച്ചാൽ സർക്കാർ സഹായം ലഭിക്കാറുണ്ട്. കഴിഞ്ഞ തവണയും കിട്ടി. എന്നാൽ ഈ തുക പര്യാപ്തമല്ലെന്നാണ് കർഷകർ പറയുന്നത്. ബണ്ടുകൾ ബലപ്പെടുത്തുകയാണ് ശാശ്വത പരിഹാരമെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ നമുക്ക് സർക്കാരിൽ നിന്നൊരു ചെറിയ തുച്ഛമായ കൃഷിനാശത്തിന് കിട്ടിയാലും ഞങ്ങൾക്ക് അത് പര്യാപ്തമല്ല. ഞങ്ങൾക്ക് അതിന് സുരക്ഷിതമായ രീതി കിട്ടണമെങ്കിൽ ഇത് നമുക്ക് റിങ് ബണ്ടുകൾ സർക്കാരിൻ്റെ ചെലവിൽ തീർത്തു തരിക. നെൽകൃഷി മാത്രമാണ് ഈ നാട്ടുകാരുടെ വരുമാന മാർഗം. നമ്മൾക്കു വേണ്ടിയും വിതയ്ക്കുന്നവരാണവർ. അവരെ ഒറ്റയ്ക്കാക്കരുത്.
നഷ്ടപരിഹാരം അക്കങ്ങളിൽ ഒതുങ്ങിയാൽ പോരാ, ഈ പ്രളയകാലത്തെ ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പദ്ധതികൾ തന്നെ വേണം. പൊതുവെ കണ്ണൂർ ജില്ലയെ പ്രളയം വല്ലാതെ ബാധിച്ചില്ല. പക്ഷേ കൊട്ടിയൂരിനടുത്ത് ബാവലിപ്പുഴയുടെ തീരങ്ങളെ പ്രളയം തകർത്തെറിഞ്ഞു. കണ്ണൂരിനും പറയാനുണ്ട് ചില പ്രളയകഥകൾ. ഒറ്റ രാത്രി കൊണ്ട് ജീവിതം ഇരുൾ മൂടിയ കഥകൾ. ജലം കൊണ്ട് മുറിവേറ്റവർ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ഓഗസ്റ്റ് 16-നായിരുന്നു അത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ചുങ്കക്കുന്ന് ജലദുരന്തത്തിന് ഇരയായത്. വയനാടൻ മലനിരകളിൽ നിന്ന് വെള്ളവും പേറിയെത്തുന്ന ബാവലിപ്പുഴ ഇരുകരകളെയും വിഴുങ്ങി. ഉരുൾപൊട്ടൽ ബാവലിയുടെ ഗതി മാറ്റിയപ്പോൾ ചുങ്കക്കുന്ന് സ്വദേശി ജോർജിന് എല്ലാം നഷ്ടമായി. വീട് തകർന്നു. ജോർജും ഭാര്യയും 2 മക്കളും രക്ഷപ്പെട്ടു. പുഴ വഴിമാറി ഒഴുകിയതിൻ്റെ ഭാഗമായിട്ടാണ് അതിശക്തമായ വെള്ളം വന്നത്. പിന്നെ ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. ഞങ്ങൾ അർദ്ധരാത്രി തന്നെ എല്ലാം ഉറക്കളച്ച് നോക്കിയിരിക്കുകയായിരുന്നു. വെളുപ്പിന് തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ എല്ലാം തന്നെ ഇവിടെയുള്ള ആൾക്കാരും അയൽവക്കത്തുള്ള ആൾക്കാരും എല്ലാവരും വന്നിട്ട് അത് മാറ്റാൻ സഹായിച്ചു. കൃഷിയായിരുന്നു ജോർജിന്റെ പ്രധാന വരുമാന മാർഗം. കുത്തിയൊലിച്ച പ്രളയജലം തെങ്ങുകളെപ്പോലും വേരോടെ പിടിതെറിഞ്ഞു. വാഴക്കൃഷിയും നശിച്ചു. ജോർജിന്റെ കൃഷിയിടത്തിൽ പിൻവാങ്ങാൻ മടിച്ച് പ്രളയജലം. വയനാട് നടവയിലായിരുന്നു ജോർജ് ആദ്യം താമസിച്ചിരുന്നത്. വേനൽക്കാലത്ത് ജലക്ഷാമമുണ്ടായപ്പോൾ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കൊട്ടിയൂരെത്തിയതാണ്. പ്രളയം ജോർജിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിത വഴി അടച്ചു. അതുവരെ ഞങ്ങൾ വയനാട്ടിലായിരുന്നു താമസം. വയനാട്ടിൽ നടവിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസം. അവിടെ വെള്ളത്തിന് ഭയങ്കരമായി ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ വെള്ളം കഴിഞ്ഞ വേനൽക്കാലത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 500 ലിറ്റർ വെള്ളത്തിന് 350 രൂപ പ്രകാരം ഞങ്ങൾ വെള്ളം പൈസ കൊടുത്ത് വാങ്ങിച്ചു. അത് കാരണം ഞങ്ങൾ കിട്ടിയ വിലയ്ക്ക് ഞങ്ങളുടെ സ്ഥലവും വീടും അവിടെയുള്ള സ്ഥലവും വീടും എല്ലാം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇത്രയും ഇങ്ങോട്ടേക്ക് താഴോട്ട് ഇറങ്ങിപ്പോകുന്നത്. വാടക വീട്ടിലാണ് ഇപ്പോൾ ജോർജിന്റെ താമസം. പ്രളയമടർത്തിയിട്ട ഈ വെട്ടുകല്ലുകൾക്കിടയിൽ നിന്നാണ് ഇനി ജീവിതം തിരിച്ചു പിടിക്കേണ്ടത്. അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്. പക്ഷേ കൃഷിയിടം പ്രളയശേഷം താഴ്ന്നു പോയിരിക്കുന്നു. 2 മക്കളുടെയും വിദ്യാഭ്യാസം മുടങ്ങാതെ നോക്കണം. പുതിയ വീട് വയ്ക്കണം. വരുമാനമാർഗം കണ്ടെത്തണം. ജോർജ് വീണ്ടും തിരക്കിലേക്ക് ഊളിയിടുകയാണ്. ജോർജിനൊപ്പം നമ്മളുമുണ്ടാകണം. അധ്വാനിക്കാനുള്ള മനസ്സ് അത് ഇനിയും ഏതൊരു കുടിയേറ്റ കർഷകനെയും പോലെ ജോർജിനുണ്ട്. പൊരുതി കയറുന്ന കാലത്തിനായി നമുക്കും കാത്തിരിക്കാം. കൃഷിരീതി തന്നെ ഉടച്ചു വാർക്കാനുള്ള പാഠം ഈ മഴക്കാലം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമുക്ക് തിരുത്താം. ഫിനിക്സ് കേരളയിൽ വീണ്ടും.